ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആവർത്തിച്ച് നുണ പറയുന്ന ഒരു കെട്ടകാലത്തിന്റെ നടുവിൽ, കേൾക്കുന്നുണ്ടോ? കാത് തുറന്നോണം, എന്നിട്ട് കേൾക്കണം. ആവർത്തിച്ച് നുണ പറയുന്ന ഒരു കെട്ടകാലത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു മഹാപരാധം എന്താന്ന് ഞാൻ പറയട്ടെ. സത്യം എന്താണെന്ന് അറിയാമായിരുന്നിട്ട് നാം നാവ് പൂട്ടിയിരുന്നു. നമുക്കറിയാമായിരുന്നു ആരാ സത്യമെന്ന്. ആരാ സത്യം? യേശു. But we have never spoken that out right straight to the face. പറയുന്നില്ല, പറയാൻ മടിയാ, പേടിയാ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കറിയാമായിരുന്നു ആരാ സത്യം. ആരാ സത്യം? സത്യം ഇങ്ങനെ ഒരാൾ രൂപം കൊണ്ട് ജീവനോടെ ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് സത്യം. I am the truth. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ധാർമ്മിക ബോധത്തിനും മൂല്യങ്ങൾക്കും ഒന്നും ഇനി മറ്റൊരു ദിശ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കേണ്ടതില്ല, തിരയേണ്ടതില്ലെന്ന് ഒരാൾ ജീവനോടെ, പച്ച ജീവനോടെ കൺമുമ്പിൽ വന്ന് നിന്നിട്ടൊരു മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് സത്യം. I am the truth. എന്നിട്ട് ആ പറഞ്ഞ സത്യത്തിന് വേണ്ടി അയാൾ ഒരു മലയുടെ മുകളിൽ ഒരു കുരിശിന്മേൽ തൂങ്ങി ആടി അടക്കപ്പെട്ടു. എന്നിട്ട് ആ കല്ലറ പിളർന്നു ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിന്നിട്ട് പറഞ്ഞു, ഞാനാണ് സത്യം. I am the truth. ഇത് നമുക്കറിയാമായിരുന്നു. ഇത് കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി നമുക്കറിയാമായിരുന്നു ഇതാണ് സത്യം. നമുക്കറിയാം. But we never speak. നമ്മൾ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിട്ട് നടക്കുന്നു. നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നു.